പശ്ചിമേഷ്യയിൽ സമാധാന ചർച്ചകൾക്കിടെ വീണ്ടും സംഘർഷം ഉടലെടുക്കുന്നു. ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഇറാന്റെ റഡാർ ഡ്രോൺ നിയന്ത്രണ പ്രദേശത്തേക്ക് അമേരിക്ക ആക്രമണം നടത്തിയതായാണ് റിപ്പോർട്ടുകൾ. ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായ നടപടിക്കുള്ള തിരിച്ചടിയാണിതെന്നും അമേരിക്ക അറിയിച്ചു. കുവൈറ്റിന് നേർക്ക് ഇറാൻ വ്യോമാക്രമണം നടത്തിയിരുന്നു. പുലർച്ചെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലക്ഷ്യമിട്ടെത്തിയ ശത്രുക്കളുടെ മിസൈലുകളും ഡ്രോണുകളും തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിജയകരമായി തടഞ്ഞുവെന്ന് കുവൈറ്റ് സായുധ സേനയും വ്യക്തമാക്കി. ആദിത്യൻ മുരളി ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ആദിത്യൻ, ഒരു ഭാഗത്ത് സമാധാന ചർച്ചകൾ നടക്കുകയാണ്, അതിനിടയിൽ തന്നെ പശ്ചിമേഷ്യ സമാധാന നീക്കങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ സംഘർഷം വീണ്ടും ഉടലെടുക്കുന്ന ഒരു സാഹചര്യമാണ്. യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിനൊരു അവസാനം ഉണ്ടാകില്ലേ എന്നൊരു ചോദ്യമാണ് ലോകത്തിൽ നിന്നും ഉയരുന്നത്. തീർച്ചയായിട്ടും അക്ഷയ് പറഞ്ഞതുപോലെ തന്നെ സമാധാനം പുലരില്ലേ എന്നൊരു ചോദ്യം തന്നെയാണ് ഇവരും ഉയർത്തുന്നത്. കാരണം യുദ്ധം ഏകദേശം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. സമാധാന നീക്കങ്ങൾ ഉറപ്പായും ഫലപ്രദമായി മാറുമെന്നുള്ള ഒരു പ്രതീക്ഷ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് വീണ്ടും സംഘർഷം ഉടലെടുക്കുന്ന ചില സൂചനകൾ കൂടി ലഭ്യമാകുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള മയപ്പെടുത്തലും ഇനി വേണ്ട എന്നുള്ള നിലപാട് ഇതിനോടൊക്കെ തന്നെ അവർ കൈക്കൊണ്ടിരിക്കുകയാണ്. ഇത് കൂടുതൽ ചൊടിപ്പിക്കുന്നത് ഇറാനെ തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. കാരണം ഈ സംഘർഷ സാധ്യത ഉടലെടുത്തിരിക്കുന്നത് തന്നെ സമാധാന ചർച്ചകൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്ന ഘട്ടത്തിലാണ്. വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്ന താൽക്കാലിക വെടിനിർത്തൽ കരാർ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ്. എന്തായിരുന്നാലും ഇറാന്റെ റഡാർ ഡ്രോൺ നിയന്ത്രണ മേഖലയിലായിരുന്നു അമേരിക്ക ആക്രമണം നടത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം തങ്ങളുടെ സ്വയം പ്രതിരോധം എന്നതിന്റെ പേരിലാണ് ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രകോപനങ്ങളെ അത് വിലകുറച്ച് കാണാൻ കഴിയില്ല. അതിന് തക്കതായിട്ടുള്ള നടപടി ഉറപ്പായും തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് അമേരിക്കൻ സൈന്യം വ്യക്തമാക്കുന്നത്. ശക്തമായ രീതിയിലുള്ള ആക്രമണം ഇനിയും ഇറാൻ തുടരുകയാണെങ്കിൽ അതിശക്തമായ തിരിച്ചടിയായിരിക്കും തങ്ങൾ നൽകുക എന്ന് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറിയും വ്യക്തമാക്കിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലാണ് ഇതിനെ നമ്മൾ ഇപ്പോൾ നോക്കി കാണേണ്ടത്. അതായത് 55-ാം ദിവസം താൽക്കാലിക വെടിനിർത്തൽ നിലനിൽക്കുന്ന 55-ാം ദിവസമാണ് കുവൈത്തിന് നേർക്ക് ഇത്തരത്തിലൊരു ആക്രമണം നടത്താനായി നിലവിൽ ഇറാൻ തയ്യാറെടുത്തത്. ഇന്ന് പുലർച്ചെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് മിസൈലുകളും അതുപോലെ ഡ്രോണുകളും വർഷിച്ചു എന്നാണ് നിലവിൽ കുവൈത്ത് വ്യക്തമാക്കുന്നത്. കുവൈറ്റിന്റെ ഭാഗത്തു നിന്നും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൃത്യമായി തന്നെ പ്രവർത്തിക്കുകയുണ്ടായിരുന്നു. വിജയകരമായി ഈ വന്ന മിസൈലുകളെയും ഡ്രോണുകളെയും ഒക്കെ തകർക്കാനായി സാധിച്ചു എന്നാണ് കുവൈറ്റിന്റെ സായുധ സേനാ ജനറൽ സ്റ്റാഫ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായിരുന്നാലും ആക്രമണ ഭീഷണി കുവൈറ്റിന് നേർക്ക് ഉയർന്ന ഘട്ടത്തിൽ കൂടിയാണ് അമേരിക്ക ശക്തമായി തിരിച്ചടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പലയിടങ്ങളിൽ ഉഗ്ര സ്ഫോടന ശബ്ദങ്ങളൊക്കെ തന്നെ കേൾക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് കുവൈത്തി പ്രാദേശിക മാധ്യമങ്ങൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വ്യോമ പ്രതിരോധ സംവിധാനം കൃത്യമായി പ്രവർത്തിച്ചത് കൊണ്ട് വലിയൊരു ദുരന്തം അവിടെ സംഭവിച്ചില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായിരുന്നാലും ഹോർമുസ് കടലെടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഈ ഒരു പുതിയ സംഘർഷം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അടിയും തിരിച്ചടിയുമായി ഇതിന് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ എത്ര ദിവസം ഇത് നീളുമെന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് അവശേഷിക്കുന്നത്. സമാധാനം ഇനി വളരെ അകലെയാണോ എന്നുള്ള ചോദ്യങ്ങൾ അടക്കം പലരും ഇതിനോടകം വിദേശകാര്യ വിദഗ്ധരടക്കം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായിരുന്നാലും അമേരിക്കൻ സൈന്യം ഇറാനെ തിരിച്ചടിച്ച കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിക്കുകയും ഇനിയും മുന്നോട്ട് ഇനി ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിലും ഭയങ്കരമായ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും ഈ ഒരു സാഹചര്യത്തിൽ നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയെ ചൊടിപ്പിക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിലും പ്രതിരോധ നടപടികളിലും അമേരിക്കൻ ആസ്തികളെ ശക്തമായി തന്നെ ആക്രമിക്കുകയും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് ഇറാൻ കടക്കുന്നുണ്ട്. ചെറുതോതിലുള്ള ഡ്രോണുകളും മറ്റുമൊക്കെ ചെറു മിസൈലുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയുടെ വളരെ സാമ്പത്തിക ആഘാതം നൽകുന്ന രീതിയിൽ അവരുടെ ആസ്തികൾ തകർത്തെറിയുന്ന ഒരു വാർത്ത കേട്ടിരുന്നു. അതായത് അമേരിക്കയുടെ തന്നെ അത്യാധുനിക ഡ്രോണിൽ അറിയപ്പെടുന്ന ഒന്നാണ് MQ-1 ഡ്രോണുകൾ. പ്രൊഡക്ടർ ഡ്രോണുകളുടെ വിഭാഗത്തിൽപ്പെട്ടവയാണ്. അതിൽ കഴിഞ്ഞ ദിവസം MQ-9 ഡ്രോണിനെ തകർത്ത് വിവരം ലഭിച്ചിരുന്നു. ഇന്നിപ്പോൾ MQ-1 ഡ്രോണിനെ ഇറാൻ തകർത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ഒരു പ്രതികാര നടപടി എന്ന രീതിയിൽ തന്നെയാണ് അമേരിക്കൻ സൈന്യം ഇപ്പോൾ ശക്തമായി തിരിച്ചടിച്ചത്. പ്രത്യേകിച്ചും സമുദ്ര അതിർത്തി ലംഘിച്ചുകൊണ്ട് പ്രകോപനപരമായിട്ടുള്ള കടന്നുകയറ്റമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള ആരോപണം ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും നമുക്കറിയാവുന്നതാണ് നിലവിൽ ഒമാൻ കടലിടുക്കിൽ വെച്ചൊരു ആക്രമണം ഉണ്ടായ ഒരു കപ്പലിന് നേർക്കുണ്ടായ ആക്രമണമാണ്. സമാനമായിട്ടുള്ള ആക്രമണങ്ങൾ വീണ്ടും ഹോർമുസ് കടലെടുക്കും അതുപോലെ തന്നെ ചരക്ക് ഗതാഗത മേഖലയിലൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങൾ ആഘാതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാനായി കഴിയുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.